ഡൽഹിയിൽ നിന്നുള്ള വാർത്തയാണ്. വായു മലിനീകരണം അവിടെ അതീവ രൂക്ഷമായി തുടരുന്നുവെന്നാണ് പറയുന്നത്. വായു ഗുണനിലവാര സൂചിക അപകടകരമായ വിഭാഗത്തിലേക്ക് കടന്നു. മലിനീകരണ ഡാറ്റയിൽ ഡൽഹി സർക്കാർ കൃത്രിമം കാണിക്കുകയാണെന്ന് ആം ആദ്മി പാർട്ടി ആരോപിച്ചു. ബൽറാം നെടുങ്ങാടി വിശദാംശങ്ങളുമായി ചേരുന്നു. ബൽറാം, വിവരങ്ങൾ. തണുപ്പ് കുറച്ച് കൂടുതലായോ ബൽറാം അവിടെ? ഡൽഹിയിൽ ഇത്തവണ തണുപ്പ് വളരെ പെട്ടെന്ന് തന്നെ ിലേക്ക് കടന്ന ഒരു സാഹചര്യമുണ്ട്. അത് മലിനീകരണവും അതിലൊരു കാരണമാണ്. അന്തരീക്ഷം മുഴുവൻ ശക്തമായ പൊടിപടലങ്ങളാൽ മൂടിയ ഒരു സാഹചര്യമുണ്ട്. ഒപ്പം തന്നെ ഈ കഴിഞ്ഞ സീസണിൽ ശക്തമായ മഴയും ഡൽഹിയിൽ ലഭിച്ചിരുന്നു. ഇതെല്ലാം തണുപ്പ് വർദ്ധിക്കാൻ ഇടയാക്കി എന്നാണ് വിലയിരുത്തുന്നത്. അതേസമയം മലിനീകരണം അതീവ രൂക്ഷമായി തന്നെ തുടരുകയാണ് ഡൽഹിയിൽ. ഇന്ന് രാവിലെ 6:30 രേഖപ്പെടുത്തിയ മലിനീകരണ തോത്, അതായത് വായു ഗുണനിലവാര നിരക്ക് എന്നുള്ളത് അപകടകരമായ വിഭാഗത്തിലാണ്. 543 എന്ന നിരക്കാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 400-ന് മുകളിൽ എത്തിയാൽ തന്നെ അത് അപകടകരം എന്ന വിഭാഗത്തിലാണ് ഉൾപ്പെടുന്നത്. അതേസമയം ഈ ഡാറ്റയിൽ വലിയ തോതിലുള്ള കൃത്രിമം കാണിക്കുന്നു ഡൽഹി സർക്കാർ എന്ന ആരോപണവുമായി ആം ആദ്മി പാർട്ടി സജീവമായി തന്നെ രംഗത്തുണ്ട്. ഈ ഡൽഹിയിൽ 38 മാപിനികളാണ് മലിനീകരണ തോത് അളക്കുന്നതിനായി ഉള്ളത്. അതിൽ ഈ മാപിനികളുടെ സമീപം പ്രത്യേക സംവിധാനങ്ങൾ ഉപയോഗിച്ച്, സ്പ്രിംഗ്ലറുകൾ ഉപയോഗിച്ച് വെള്ളം സ്പ്രേ ചെയ്തുകൊണ്ട് തോത് കുറയ്ക്കാൻ സർക്കാർ ശ്രമിക്കുന്നുവെന്നും നിരക്ക് വർദ്ധിക്കുന്ന ഘട്ടത്തിൽ പല മാപിനികളും ഓഫ് ചെയ്തിടുന്നു എന്നുമുള്ള ആരോപണമാണ് ആം ആദ്മി പാർട്ടി നേതാവ് സൗരവ് ഭരദ്വാജ് ഉന്നയിച്ചിരിക്കുന്നത്. നേരത്തെ അദ്ദേഹം ഇത്തരത്തിലുള്ള നടപടികൾ നടക്കുന്ന ഇടത്ത് പോയി ദൃശ്യങ്ങൾ സഹിതം ഈ ആരോപണവുമായി നേരത്തെ രംഗത്തെത്തിയിരുന്നു. കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ ഇന്ത്യ ഗേറ്റിൽ ഈ മലിനീകരണത്തിനെതിരെ ശക്തമായ പ്രതിഷേധവും ഉണ്ടായിരുന്നു. തുടർന്ന് പോലീസ് നടപടിയെ തുടർന്ന് ഇവരെ ഒഴിപ്പിക്കുകയായിരുന്നു. എന്തായാലും ഈ മലിനീകരണം മറച്ചുവെക്കാൻ സർക്കാർ ശ്രമിക്കുന്നു എന്ന് ആരോപിച്ചുകൊണ്ട് പ്രതിഷേധം ശക്തമാക്കാനാണ് ആം ആദ്മി പാർട്ടിയുടെ തീരുമാനം. അതേസമയം മലിനീകരണ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട് ഉടൻ തന്നെ അവലോകന യോഗം ചേരും എന്നാണ് സർക്കാർ അറിയിക്കുന്നത്. ഓക്കെ, താങ്ക് യു ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.